ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി 2 മണി 3 മണി 4 മണി 5 6 ഈ 4 മണിക്ക് ശേഷം ഷാഡോ ഉണ്ടോ? സോ അതിലിപ്പോൾ 4:30 ആയിട്ടുണ്ട്. ആ 4:30ഉം 17ഉം കൂട്ടിക്കഴിഞ്ഞാൽ 4:50 അടുത്ത് എത്തും. അതേ സമയമാണ് നമ്മുടെ വാച്ചിനുണ്ടാവുക. ഇത് കിടുവാണ്. ഈ ഒരു സാധനമാണ് നമ്മൾ തപ്പി നടന്നത്. ചായ കുടിക്കാൻ വന്ന മൺപാത്രത്തിലെ ചായ. ഇതിനാണ് കുലാഡ് എന്നാണ് പറയുക. മൺപാത്രങ്ങളെ ഗുലാഡ്. ഗുപ്തനെ പോലെ ഊതി കുടിച്ചില്ലാണല്ലോ, അണ്ടകടാതെ കത്തിപ്പോവും. ജന്തർ മന്ത്ര ടിക്കറ്റ് എടുത്തു 52 രൂപ. ഇതെന്ത് 2 രൂപയുടെ കണക്കെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. 1723 അന്നത്തെ രാജാവ്, ജയ്പൂർ രാജാവ് 13 ആസ്ട്രോണോമിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചു. എന്നുവെച്ചാൽ അന്നത്തെ കാലണ്ടർ റിവൈസ് ചെയ്യാനായിട്ട്. ആൻഡ് 1734 രജ്പുത് കിങ്ങായ സവായ് ജയ്സിംഗ് ആണ് ഇത് പണി കഴിപ്പിച്ചത്. 19 ആസ്ട്രോണോമിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു കളക്ഷനാണ് ജന്തർ മന്ദിർ. ഇതിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കല്ലുകൊണ്ടുണ്ടാക്കിയ സൺഡയൽ ഉള്ളത്. സൺഡയൽ എന്നാൽ സൂര്യന്റെ നിഴല് വെച്ച് സമയം അളക്കാൻ ഉപയോഗിക്കുന്ന നിർമ്മിതിയാണ്. അതുകൊണ്ട് തന്നെ ഇത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുമാണ്. ഇൻസ്ട്രുമെന്റ് ആണ് സമയം നോക്കുന്നത്. ലഘു സാമ്രാത് യന്ത്ര എന്നാണ് ഇതിന്റെ പേര്. ആർച്ച് ഷേപ്പില് ഇവിടെ മാർബിൾസ് അല്ലെങ്കിൽ ഒരു കല്ല് പതിച്ചിട്ടുണ്ട്. ഇതില് പല ഗ്രൂവ് ഇട്ടിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഗ്രൂവ് ഇട്ടിട്ടുണ്ട്. ഇതിലത്തെ കണ്ടോ 7 മണി മുതൽ തുടങ്ങി 7, 8, 9, 10, 11, 12. ആൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി 2 മണി 3 മണി 4 മണി 5 6 ഈ 4 മണിക്ക് ശേഷം ഷാഡോ ഉണ്ടോ? ഈ ഷാഡോ വെച്ച് പറയുന്നത് ഈ 4 മണിക്ക് ശേഷം 4 മണിക്ക് ശേഷം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4:20 വരെ എത്തുന്നുണ്ട്. പക്ഷെ ഇപ്പം സമയം 4:50 ആവാറായി. ഇത് കണ്ടോ, ആൾട്ടിറ്റ്യൂഡ് ഓഫ് സൺനെറ്റ് ന്യൂൺ 17 മിനിറ്റ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമും ഇവിടുത്തെ സണ്ണിൻ്റെ ലൊക്കേഷൻ വെച്ച് 17 മിനിറ്റ് ഡിഫറൻസ് വരും. സോ അതിലിപ്പോൾ 4:30 ആയിട്ടുണ്ട്. ആ 4:30ഉം 17ഉം കൂട്ടിക്കഴിഞ്ഞാൽ 4:50 അടുത്ത് എത്തും. അതേ സമയമാണ് നമ്മുടെ വാച്ചിനുണ്ടാവുക. ഇത് കിടുവാണ്. ഈ ഒരു സാധനമാണ് നമ്മൾ തപ്പി നടന്നത്. സമയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അടിപൊളി ഇൻസ്ട്രുമെന്റാ. ഇത് കണ്ടുപിടിച്ചവൻ എന്തായാലും ജീനിയസ് ആണ്. ഇനി ഇതിലെ 19 ഇൻസ്ട്രുമെന്റ്സ് സമയം അളക്കാനും എക്ലിപ്സിനെ പ്രിഡിക്റ്റ് ചെയ്യാനും മെയിൻ കുറച്ച് സ്റ്റാറുകളെ ട്രാക്ക് ചെയ്യാനും സൂര്യന്റെ നീക്കം നോക്കി പ്ലാനറ്റുകളെ നിരീക്ഷിക്കാനും അങ്ങനെ ആസ്ട്രോണമി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കാറുള്ളത്. ആൻഡ് ഇത് കണ്ടോ, ഓരോ സ്റ്റാറും കണ്ടുപിടിക്കാനായിട്ട് ഓരോ സെപ്പറേറ്റ് ആർച്ചസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ആരീസ്, ടൗറസ്, ക്യാൻസർ, വിർഗോ, അങ്ങനെ ഓരോ സ്റ്റാറിനുള്ള ഓരോ സെപ്പറേറ്റ് ആർച്ചുകളും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള ഏറ്റവും വലിയ ആർച്ചത്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ആർച്ചത്, അതെന്താ എന്ന് നോക്കുമ്പോൾ ഇതും സമയം നോക്കാനുള്ള വിത്ത് അക്യൂറസി ഓഫ് 2 seconds. ആൻഡ് ഇത്രയും വലിയ ആർച്ചായ കാരണം തന്നെ അതിന് അത്രയും അക്യൂറസി തരാൻ കഴിയും. കണ്ടോ, ഇവിടുന്ന് 12 കൂട്ടി, അവിടെ 1, അവിടെ 2 ഉണ്ട്, 3, 4 5ൻ്റെ ഇടയിലാണ്, 4ൻ്റെയും 5ൻ്റെയും ഇടയിൽ ആർച്ച് നിൽക്കുന്നത്. ഇവിടുന്ന് സ്റ്റെപ്പിൽ കയറാൻ പറ്റില്ല. 2 സെക്കൻഡ് അന്നത്തെ കാലത്ത്, അത് 1723 ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഒരു ആർച്ചിൻ്റെ മുകളിൽ നിന്ന് 2 സെക്കൻഡ് വരെ അക്യൂറസി കിട്ടും. ഹൗ കണ്ടോ, അവിടെ 11, ഇവിടെ 12, അതിൻ്റെ ഇടയിൽ 1, 2, 3, 4 ടൈല്. ഈ പറഞ്ഞ പോലെ ഇതാണ് ഒരു ടൈല്. സോ 15 മിനിറ്റ് 30, 45, 60 1 മണിക്കൂറായി. ആൻഡ് ഇതിൽ ഒരു ടൈല് കണ്ടോ, വലുത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. ഇത് മിനിറ്റ് ആണെങ്കിൽ ഇതാണ് സെക്കൻഡ്സ്. ഈ ഒരു കഷ്ണം മിനിറ്റ് ആണെങ്കിൽ ഇതാണ് 30 ഡിവൈഡ് ഉണ്ട്. അതായത് 2 സെക്കൻഡ് വെച്ചിട്ട് 30 കഷ്ണം. സോ ഈ 1 മിനിറ്റിനെ 60 സെക്കൻഡ് ആക്കി. ഇങ്ങനെയാണ് 2 സെക്കൻഡിൻ്റെ വരെ അക്യൂറസി ഇതിന് കിട്ടുന്നത്. ആൻഡ് ജന്തർ മന്ദർ പോയി ജയ്പൂരുള്ളത്. സൺ ആൻഡ് ആസ്ട്രോണമി ഇഷ്ടമുള്ളവർക്ക് കയറാം, അതല്ലാത്തവർക്ക് ഞാൻ അധികം സജസ്റ്റ് ചെയ്യില്ല. ആൻഡ് ഇവിടുന്ന് സിറ്റി പാലസ് ഉണ്ട്. സിറ്റി പാലസും ഇഷ്ടമുള്ളവർക്ക് കയറാം. ഇറ്റ്സ് നോട്ട് മൈ ടേസ്റ്റ്, അതുകൊണ്ട് അതിൽ ഞാൻ കയറുന്നില്ല. അപ്പോൾ ഇന്ന് അത്യാവശ്യം കുറേ കാഴ്ചകൾ കണ്ടു. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.